Hi and welcome to the new video on circuits and networks. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആർ എൽ സർക്യൂട്ടിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി വിത്ത് ഡി സി എക്സൈറ്റേഷൻ. ഇനി ഈ ഒരു വീഡിയോയിൽ ആർ സി സർക്യൂട്ട്സ് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ആർ എല്ലിന് പകരം ഇവിടെ കപ്പാസിറ്ററാണ് വരുന്നത്. സോ കപ്പാസിറ്ററിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ആലോചിക്കുക, കപ്പാസിറ്റർ ആകുമ്പോൾ നമുക്ക് ഇനീഷ്യൽ വോൾട്ടേജ് അറിയണം. അപ്പോൾ എന്നിട്ട് കപ്പാസിറ്റർ നമ്മൾ മാറ്റുമ്പോൾ കപ്പാസിറ്റർ എന്തായിട്ട് മാറും? സി എന്നുള്ളത് 1/CS ആവും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അറിയണം. സി എന്നുള്ളത് 1/CS ആണ് ആവുന്നത്. LS ആയിരുന്നു, സി 1/CS ആണ്. പിന്നെ എല്ലിൻ്റെ ഒപ്പം സീരീസിൽ LI0 എന്നുള്ള വോൾട്ടേജ് സോഴ്സ് ആണ് മേലത്തെ ടെർമിനൽ നെഗറ്റീവ്. ഇവിടെ വരിക V0/S ആണ് വരിക എന്നുള്ള ആലോചിക്കണം. V0/S കാരണം ഇവിടെ എസ് താഴത്താണ്. സോ V0 ആണ് വോൾട്ടേജ്, ആണ് ഇനീഷ്യൽ വോൾട്ടേജ്. V0/S ആണ്. അപ്പർ ടെർമിനൽ പോസിറ്റീവ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. പിന്നെ ബാക്കിയെല്ലാം മുന്നത്തെ അതേപോലത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും തന്നെയാണ്. കൺസെപ്റ്റും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്. സോ ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്വിച്ച് ഇൻ ദ നെറ്റ്വർക്ക് ഈസ് ക്ലോസ്ഡ് അറ്റ് t=0. ഡിറ്റർമിൻ ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. സോ കപ്പാസിറ്റർ അക്രോസ് വോൾട്ടേജ് കാണാനും പറഞ്ഞിട്ടുള്ള VC തന്നിട്ടുണ്ട്. ഒരു കപ്പാസിറ്ററും പിന്നെ രണ്ട് റെസിസ്റ്റേഴ്സും ആണ്. സ്വിച്ച് ഇനീഷ്യലി എന്താണ്, ഓപ്പൺ ആണ് അല്ലേ? അപ്പോൾ അത്രയാണ് നമുക്കിവിടെ നോക്കേണ്ട കാര്യമുള്ളൂ. സോ സ്വിച്ച് ഇനീഷ്യലി ഓപ്പൺ ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി ഇതിൽ പ്രത്യേകിച്ച് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അറ്റ് t=0 മൈനസ് എന്താ സ്വിച്ച് ദ കപ്പാസിറ്റർ എന്താന്ന് പറയാം നമുക്ക്. ദ കപ്പാസിറ്റർ ഈസ് അൺചാർജ് അല്ലേ? സോ ദ കപ്പാസിറ്റർ ഈസ് അൺചാർജ്. അൺചാർജ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി അതിൽ കപ്പാസിറ്റൻസ് ഇല്ല എന്നർത്ഥം. therefore VC0 മൈനസ് ഈസ്, നമ്മൾ ഈ 0 മൈനസും 0+ ഒക്കെ എഴുതുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് VC0 എന്നൊക്കെ പറഞ്ഞാൽ എഴുതി പോയാൽ മതി. ഒരു ഐഡിയക്ക് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. 0V കഴിഞ്ഞാലും അതെ IL0 മൈനസ് IL0+ ഒക്കെ എഴുതി തന്നിട്ട് അവസാനം നമ്മൾ എടുക്കുമ്പോൾ I0 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് അത് എഴുതാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു ഐഡിയക്ക് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതും ഇവിടെയും കൂടിയും ഒന്ന് ജസ്റ്റ് പറയാം. സിൻസ് ഇൻഡക്ടർ ആയപ്പോൾ സഡൻ ആയിട്ട് കറണ്ട് ചേഞ്ച് സംഭവിക്കില്ല. കപ്പാസിറ്റർ ആണെങ്കിൽ എന്താ, വോൾട്ടേജ് സംഭവിക്കില്ല. സോ സിൻസ് ദ voltage across the capacitor cannot change instantaneously, നമുക്ക് എന്താ എഴുതാം? തൊട്ട് ശേഷമുള്ള വോൾട്ടേജ് VC0+ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയായിരിക്കും? 0 വോൾട്ട്. ഇതിനാണ് നമ്മൾ പിന്നീട് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? VC0 എന്ന് നമ്മൾ റെപ്രസെൻറ്റേഷനിൽ ഉപയോഗിക്കുന്നത് കൂട്ടാം. ഇവിടെ ഇനീഷ്യലി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആ പ്രശ്നം ഒന്നും വരുന്നില്ല. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ for t>0 സർക്യൂട്ട്, ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കുക, പ്രൊസീഡ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സോ for t>0 the transformed circuit is given by ഓക്കെ. ട്രാൻസ്ഫോം സർക്യൂട്ട് മൊത്തം വരുമല്ലോ. സ്വിച്ച് ക്ലോസ് ആണ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് മൊത്തം ഇവിടുന്ന് എടുക്കാം, വരയ്ക്കാം. KCL ആണോ KVL ആണോ ഡയറക്റ്റ് തീരുമാനിച്ച് വെക്കണ്ട. വരച്ച് കഴിഞ്ഞ് എന്താണ് കാണുന്നത് അതിനനുസരിച്ച് നമുക്ക് തീരുമാനിച്ചാൽ മതി. ഇവിടെ വരുമ്പോൾ ഇതെന്തായാലും എന്താകും, ആട്ടയും. പിന്നെ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ മറക്കരുത്. അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തെറ്റി. ഇതെന്തായി മാറും? 10/S. റെസിസ്റ്ററിനൊന്നും ഒരു മാറ്റമൊന്നും വരുത്തണ്ട. അത് അവിടെ അതേപോലെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, രണ്ട് റെസിസ്റ്റർ ഇത് മാറും. 2 ആണ്, അത് കപ്പാസിറ്റർ ആണ്. 1/CS ആയിട്ടാണ് മാറുന്നത്. സോ 1/2S ആയിട്ട് മാറും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വോൾട്ടേജ് 0 ആണ്ട് ഇവിടെ നമ്മൾ സീരീസിൽ വോൾട്ടേജ് സോഴ്സ് വരയ്ക്കേണ്ട കാര്യമില്ല. ഇത് എന്തായി മാറും? VC(S) ആയിട്ട് മാറും. ഇത്രയാണ് നമുക്കിവിടെ ചേഞ്ചസ് വരുന്നത്. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും KVL ഒക്കെ അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് KCL അപ്ലൈ ചെയ്യുന്നതാണ് ഇവിടെ എളുപ്പം വരാൻ പോകുന്നത്. ഇതിലത്തെ വോൾട്ടേജ് നമുക്കറിയാം എന്താണ്, VC(S). അതിന് അക്രോസിലെ വോൾട്ടേജ് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിവിടെ എളുപ്പം ഏതാണ്, KCL ആണ്. സോ അപ്ലൈയിങ് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണം. KCL എന്ത് നമുക്ക് കിട്ടും? ഇനി ഓരോ കറണ്ടുകൾ ഇവിടെ നിന്നുള്ള നോക്കുകയാണെങ്കിൽ ഇത് ഇത് മേലത്തെ ടെർമിനൽ പോസിറ്റീവ് ആണ്. അപ്പോൾ -10/S എന്നാണ് വരിക. സോ എന്ത് വരും? VC(S) -10/S ഡിവൈഡഡ് ബൈ എത്രയാണ്? 10.
അതൊന്ന് പ്ലസ് എല്ലാം നമ്മൾ പുറത്തോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ് അസംഷൻ എടുക്കുന്നത് കേട്ടോ. ആ രീതിക്കാണ് ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു രീതിക്ക്. അടുത്തത് വരുമ്പോൾ എന്താ വി സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 10 ഈ ഒരു ബ്രാഞ്ചിൻ്റെയാണ് പറഞ്ഞത്. പ്ലസ് നെക്സ്റ്റ് വരിക വി സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1/2s ഈക്വൽ ടു എന്ത് വരും 0 ഈ രീതിക്കാണ് വരിക. അപ്പോൾ ഇത് ഇനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് വി സി ഓഫ് എസിന് എക്സ്പ്രഷൻ എഴുതണം. അപ്പോൾ ഇതിൽ ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 2s വി സി ഓഫ് എസ് പ്ലസ് 0.2 വി സി ഓഫ് എസ് ഈക്വൽ ടു 1/s എന്ന് കിട്ടും. ഓർ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു എൻ്റെ ഇതിൽ ചെയ്തത് മാത്രം വി സി ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1/s ഇൻറ്റു 2s പ്ലസ് 0.2 എന്ന് കിട്ടും. നമുക്ക് 2s പ്ലസ് അല്ലാണ്ട് എസ് പ്ലസ് ആണ്. അപ്പോൾ അതിന് 2 പുറത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണമെങ്കിൽ 1/2 എന്നുള്ള രീതിയിൽ വെക്കാം. അപ്പോൾ ബാക്കി വരിക 0.5 1/2 2 കൊടുത്തു കഴിഞ്ഞാൽ 1/2 0.5 മേലേക്ക് എടുത്തിട്ട് എഴുതി മാത്രം എസ് ഇൻറ്റു എസ് പ്ലസ് എന്ത് വരും ഇതിന് ബൈ 2 ചെയ്യുമ്പോൾ 0.1 ആവും 0.1 എന്ന് വരും. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല, എന്താക്കണം പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണം. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണം. സോ ബൈ കാരണം എസും എസ് പ്ലസ് 0.1 ഉണ്ട്. സോ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് വി സി ഓഫ് എസ് ഈക്വൽ ടു രണ്ടെണ്ണല്ലേ ഉള്ളൂ, എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് 0.1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എയും ബിയും കാണണം. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് വെറുതെ ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ഇവിടെ എഴുതുന്നത് മാത്രം. എ കാണാൻ വേണ്ടിയിട്ട് എയുടെ അടിയിൽ അടച്ചു പിടിക്കുക. ഇതിലത്തെ എയുടെ അടിയിലുള്ളത് എസ് ആണ്, അത് ഇതിൽ അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചാൽ ബാക്കിയുള്ളത് എന്താ ഉള്ളത് 1/2 ഇതിലടച്ച 1 ബാക്കി എന്താ ഉള്ളത് 0.5 ഡിവൈഡ് ബൈ എസ് പ്ലസ് 0.1 ആണ്. അതിലെ എസിന് എന്തിട്ട് കൊടുക്കുക 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും 0.5 ഡിവൈഡ് ബൈ 0.1 ദാറ്റ് ഈസ് 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യുന്നത്. അതായത് അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് എസ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വി സി ഓഫ് എസ്. എന്നിട്ട് എന്തിട്ട് കൊടുക്കുക എസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് 5 ആണ്. ഇനി അടുത്ത കേസിൽ ബി കിട്ടാൻ ഞാൻ ഒന്നുകൂടി ഡയറക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് പറഞ്ഞു തരാണ്. ഇത് ഇങ്ങനെ എഴുതണമെന്നില്ല. ബി കിട്ടാൻ വേണ്ടി ബിയുടെ അടിയിൽ നിന്ന് അടച്ചു പിടിക്കുക. ബിയുടെ അടിയിൽ നിന്ന് എസ് പ്ലസ് 0.1 അടച്ചു പിടിക്കുക. എസിന് എന്തിട്ട് കൊടുക്കുക ഇതിന് അടയ്ക്കാന്ന് ഈക്വൽ 0, അതായത് എസിന് 0.1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊരു -0.1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.5 ഡിവൈഡ് ബൈ -0.1 ദാറ്റ് ഈസ് -5 അതാണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എസ് പ്ലസ്. ഈ സ്റ്റെപ്പ് അവിടെ എഴുതേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഡയറക്റ്റ് നിങ്ങൾക്ക് അത് എടുത്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം, സമയം ലാഭിക്കാം. -0.1 ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുക -5. അപ്പോൾ therefore അത് തിരിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? വി സി ഓഫ് എസ് ഈക്വൽ ടു 5 divided by s minus 5 divided by s plus 0.1. Now taking inverse Laplace transform. അത്രയേ ഉള്ളൂ ചെയ്യാൻ. taking inverse Laplace transform. സോ ഇങ്ങനത്തെ സർക്യൂട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന ഫുൾ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്. സോ എഗെയിൻ വി സി ഓഫ് ടി നമുക്കറിയാം 1/s എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ 5 - 5 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി എസ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു -0.1 ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് കഴിഞ്ഞു. ഇനി വേറൊരു ടൈപ്പ് എക്സാമ്പിൾ നമുക്ക് അടുത്ത് നോക്കാം. So in the network of figure, the switch is closed for a long time and at t equal to 0, the switch is opened. Determine the current through the capacitor. ഓക്കെ, ഇപ്പോൾ സ്വിച്ച് കുറേ നേരമായിട്ട് ക്ലോസ് ചെയ്ത് കിടക്കുമായിരുന്നു, തുറന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്തിട്ടാണ് കിടന്നാറുന്നത്, അത് പിന്നെ തുറക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്റർ കൂടുള്ള കറണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കറണ്ടിന് ആദ്യം തന്നെ വേണമെങ്കിൽ ഒരു പേര് അവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഞാൻ തൽക്കാലം ഇതിനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് സേ ഐ ഓഫ് ടി എന്ന് തന്നെ വിളിക്കാം. ഐ ഓഫ് ടി എന്നാണ് ഞാൻ വിളിക്കുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ കൂടുള്ള കറണ്ടാണ് ഐ ഓഫ് ടി, അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ നമുക്കിവിടെ വേണമെങ്കിൽ ഈ ഒരു പോയിന്റിലത്തെ വോൾട്ടേജും കൂടി നമുക്ക് വെറുതെ അസ്യൂം ചെയ്തേക്കാം, വി ഓഫ് ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പോൾ കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം കെ വി എല്ലിൽ നിൽക്കില്ല, കെ സി എൽ ആക്കണതായിരിക്കും എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് വി ഓഫ് ടി എന്നുള്ള രീതിയിൽ എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്ററാണ് ഇനീഷ്യൽ വോൾട്ടേജ് കാണണം.
അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ ആദ്യം എന്ത് വരയ്ക്കുക, അറ്റ് ടി ഈക്വൽ ടു 0 മൈനസ് എന്താണെന്നുള്ളത് ഒന്ന് നമുക്ക് വരച്ച് നോക്കുക തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് എങ്ങനെയായിരിക്കും നമുക്ക് ഒബ്വിയസ് ചെയ്യാം. ഇനീഷ്യലി സ്വിച്ച് എന്താണെന്നാണ് പറയുന്നത്, ക്ലോസ്ഡ് ആണ് അല്ലേ. സ്വിച്ച് ക്ലോസ്ഡ് ആണ്, സ്റ്റഡി സ്റ്റേറ്റ് ഒക്കെ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്തായിട്ടാവും നിൽക്കണ്ടാവുക, കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റിൽ ഓപ്പൺ ആണല്ലോ. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എന്താണ് എന്നാണ്. അപ്പോൾ അവിടുത്തെ വി സി ഓഫ് 0 എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. സോ ഹിയർ വി സി ഓഫ് 0 മൈനസ് ഈസ് ഈക്വൽ ടു 0 വോൾട്ട് which is equal to VC of 0 plus നമ്മളതിനെ VC of 0 എന്ന് ഉപയോഗിക്കണം. അത്രയേ ഉള്ളൂ. ഇനി വേറെ പ്രത്യേകിച്ച് നോക്കാനില്ല. അപ്പോൾ അവിടെ 0 വോൾട്ട് ആണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് വരച്ചാൽ മതി, ഫോർ ടി ഗ്രേറ്റർ ദാൻ 0, ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 the transform circuit is given by, നമുക്ക് താഴേക്ക് വരയ്ക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം സി എന്നുള്ളത് 1/CS ആവും. ബാക്കിയിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. ഇപ്പോൾ സോറി, എന്താവും, വി ഓഫ് എസ് ആയി മാറും. ഇതെന്താവും, ഐ ഓഫ് എസ് ആയിട്ട് മാറ്റാം. ഐ ഓഫ് എസ് ആവും. ഈ സാധനം ഇവിടുന്ന് പോയി, കാരണം അത് ഓപ്പൺ ആണ് ആയത്. ഓക്കെ, ഇനി വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 2 എന്നുള്ളത് മാറിയിട്ട് എന്താവണം, കോൺസ്റ്റൻ്റ് ആണ്. 2 എന്നുള്ളത് എന്താവും, അപ്പോൾ 2/S ആവും. അത് ശ്രദ്ധിക്കണം. 0.5 എഫ് ആണ്. അപ്പോൾ 1/CS ആണ്. 1/0.5 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പോൾ 2/S എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 2/S. വേറെ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിൽ എന്താ പറയുക, 2 പാരലൽ ബ്രാഞ്ചുകൾ ഈ കറണ്ട് സോഴ്സിന് അക്രോസ് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, ഇപ്പം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഇവിടെ ചെയ്യാൻ KVL ഉം KCL ഉം മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇവിടെ I1T എന്നാക്കാം ഇതിനെ. അതേപോലെ ഇവിടെ ഒരു കറണ്ട് കൂടി ഉണ്ട് വിചാരിക്കുക, ഇതിനെ I2T എന്നാക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ പ്രോബ്ലത്തിനും വരണമൊന്നുമില്ല. അപ്പോൾ ഇത് മാറിയിട്ട് എന്താവും, I1S ആവും. ഇതിനെ നമുക്കൊരു I2S എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് സോഴ്സ് ഒക്കെ വന്നുകൊണ്ട് ഒറ്റ ഇക്വേഷൻ എഴുതി സുഖമായിട്ട് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു മെഷർ, ഇപ്പോൾ ഇതിനെ ഇതിലല്ല, ഓക്കെ, ഇതാണ് നമ്മളുടെ മെഷ് എന്ന് വിചാരിക്കുക. സോ അതിൽ KVL ഞാൻ അപ്ലൈ ചെയ്യാണ് ആദ്യം. അപ്ലൈങ് KVL the mesh. KVL അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക നോക്കുക. കറണ്ട് നമുക്ക് എന്ത് ഡയറക്ഷനിൽ വേണമെങ്കിൽ എടുക്കാം. സോ തൽക്കാലം ഇപ്പോൾ ഇതിലത്തെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ 2 കറണ്ടുകൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അതേപോലെയാണ് പോകുന്നത്. അപ്പോൾ അത് എഴുതുമ്പോൾ എന്തെന്ന് വരും, നമുക്ക് എങ്ങനെ എഴുതാം, എല്ലാം നെഗറ്റീവായിട്ടാണ് ഇതിൻ്റെ എടുക്കേണ്ടി വരിക. ഓക്കെ, ഇപ്പോൾ മൈനസ് 2/S ഇൻറ്റു I1S അല്ലേ, -I1S. കാരണം ഈ ഒരു രീതിയിൽ ഇനി ഇത് വരുമ്പോൾ മൈനസ് ആണ് ഇവിടെ ശരിക്കും എഴുതേണ്ടത്. പക്ഷേ കറണ്ട് ശരിക്കും ഈ ഡയറക്ഷനാണ് I2 എടുക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അവിടെ വരുമ്പോൾ എന്താവും, തിരിയും. പ്ലസ് എന്ത് വരും, I2S. ഈ ഒരു രീതിക്കാണ് വരിക. ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, എല്ലാം പോസിറ്റീവ് ആക്കുകയാണെങ്കിൽ ഈ സാധനത്തിന് അപ്പുറത്തേക്ക് ഉണ്ടായി, I2ന് അപ്പുറത്തേക്ക് ഉണ്ടായാൽ അത് നെഗറ്റീവ്. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് എഴുതാം. 2/S ഇൻറ്റു I1S പ്ലസ് I1 ഓഫ് എസ് ഈക്വൽ ടു I2 ഓഫ് എസ്. ഈ രീതിക്ക് നമുക്കിവിടെ എഴുതി വയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ അതവിടെ കിട്ടട്ടെ. ഇനി അതേപോലെ നമുക്കിവിടെ KCL കൂടി അപ്ലൈ ചെയ്യാം. അപ്ലൈങ് KCL അറ്റ് ദ നോഡ്. നോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നോഡേ ഉള്ളൂ. എന്ത് വരും, നമുക്ക് ഈ കറണ്ട് മാത്രം ഉള്ളിലേക്ക്, ബാക്കി രണ്ടും പുറത്തേക്കാണ് പോകുന്നത്. സോ ഉള്ളിലേക്ക് വരുന്ന കറണ്ട് ആദ്യം എഴുതാം, 2/S ഈക്വൽ ടു ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെ സം എന്നുള്ള രീതിയിൽ. അതായത് I1S പ്ലസ് I2S എന്ന് വരും. I1 ഓഫ് എസ് പ്ലസ് I2 ഓഫ് എസ് അല്ലേ.
അതിനെ ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു I1S I2Sൻ്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനെ ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്തിനു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, I2 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ I2 പകരം ഈ സാധനം ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്തായിരിക്കും കിട്ടുക, 2/s ഈക്വൽ ടു I1 പ്ലസ് I2 പകരം എന്ത് വരും, 2/s I1 പ്ലസ് I1 ഇതാണ് കിട്ടുക അല്ലേ. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് I1 ഈക്വൽ ടു കിട്ടാൻ പോകുന്നത് 2/s ഡിവൈഡഡ് ബൈ 2/s പ്ലസ് 2 എന്നാണ് കിട്ടുക. അല്ലെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/s പ്ലസ് 1 ചെയ്താൽ മതി. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് എടുക്കാൻ വേണ്ടു, ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. എന്തുകൊണ്ടാണ് ഇത് കാണുന്നതെന്ന് ആലോചിക്കണം. I1 എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ കൂടുതൽ കറണ്ട്, അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാണ് I1s മാത്രം അവിടെ എഴുതി പോയത്, അല്ലെങ്കിൽ I2 കൂടി എഴുതാം. അപ്പോൾ I2ൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് ഇങ്ങനെ തോന്നി, അങ്ങനെ ചെയ്തു. ഇപ്പോൾ എല്ലാറ്റിലും ഇങ്ങനെ തോന്നിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ മെത്തേഡുകളുണ്ട്, ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കാം എന്ന് മാത്രം. സോ I1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, e⁻t അല്ലേ, 4t > 0. അത്രയാണ് ഇവിടെ നോക്കാനുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. In the network shown, the switch is moved from A to B at t equal to 0. Find V of t. ഇപ്പോൾ എയിലായിരുന്നു കിടന്നിരുന്നത്, അതിൽ നിന്ന് ബിയിലോട്ട് മാറ്റി. അപ്പോൾ അതായത് സോഴ്സ് ഉണ്ടായിരുന്നതിൽ കിടന്നിരുന്നു, അതിൽ നിന്ന് സോഴ്സ് ഇല്ലാത്ത രീതിയിലോട്ട് മാറ്റി. അപ്പോൾ സോഴ്സ് ഉള്ളതിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ അവിടെ പിക്ചറിൽ വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ കുറേ നേരം കിടക്കുകയാണ്, സ്റ്റഡി സ്റ്റേറ്റ് ആവും എന്നാണ് അർത്ഥം. കപ്പാസിറ്റർ ഓപ്പൺ ആയിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു സോഴ്സിനായിട്ട് കിടക്കുന്നത് കൊണ്ട് അതിന് അക്രോസ് എന്തുണ്ടാവും, വോൾട്ടേജ് ഉണ്ടാവും. ഇതിന് അക്രോസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിന് പാരലായി നിൽക്കുന്ന ഈ റെസ്റ്റിന് അക്രോസിലെ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ റെസ്റ്റിന് അക്രോസിലെ വോൾട്ടേജ് കാണണം, അത് തന്നെയായിരിക്കും എന്തിൻ്റെ വോൾട്ടേജ്. ഇത് ഇനീഷ്യൽ കണ്ടീഷൻ അവിടെ ചെയ്യാനുണ്ട്, അതാണ് ഇതിലത്തെ ഒരു വ്യത്യാസം. ബാക്കിയൊക്കെ ചിലപ്പോൾ പ്രോബ്ലം ചെയ്യൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സർക്യൂട്ട് കണ്ടാൽ വലുതാണ് എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. സോ അറ്റ് t ഈക്വൽ ടു 0 - ഇനീഷ്യൽ കണ്ടീഷൻ കാണാൻ നമുക്ക് ജസ്റ്റ് ഞാൻ അതേപോലെ തന്നെ താഴേക്ക് വരയ്ക്കുന്നു. ഓക്കെ, ഇതിൽ ആവശ്യമുള്ളതിനെ മാത്രം എടുത്താൽ മതി. പൊസിഷൻ എയിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പം പിന്നെ ബിയുടെ ഇതിൻ്റെ അവിടെ വരയ്ക്കേണ്ട കാര്യം തന്നെ വരുന്നില്ല. ഇതിന് നമുക്ക് തൽക്കാലം വരയ്ക്കേണ്ട. പൊസിഷൻ എയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്തായിട്ടുണ്ടാവും, ഓപ്പൺ ആയിട്ടുണ്ടാവും. കപ്പാസിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനെ ഇത് ഞാൻ എഴുതുന്നില്ല, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഈ VC എന്ന് എഴുതാം, അല്ലെങ്കിൽ V of 0 - എന്തായാലും V of 0 - എന്ന് പറയുന്നത്. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് അക്രോസുള്ള വോൾട്ടേജ് തന്നെയാണ്, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇവിടെ വേറെ എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ അത് ഇനി ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എന്ത് അപ്ലൈ ചെയ്താൽ മതി, വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്താൽ മൊത്തം 6 വോൾട്ടാണ്, അത് 6 ഓമിന് അക്രോസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ 6 വോൾട്ട് 2 ഓമിന് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, അത് പ്രത്യേകിച്ച് വോൾട്ടേജ് ഡിവിഷൻ അപ്ലൈ ചെയ്യേണ്ട കാര്യം കൂടി ഇല്ല, നമുക്ക് നേരെ കിട്ടും. 6ൻ്റെ അക്രോസ് ആണ് പോകുന്നത്. അപ്പോൾ 2ൽ 2 വോൾട്ട് കിട്ടും. ഇപ്പോൾ അത് ഇതായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. V of 0 - എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഏത് ഇതിലാണോ കാണുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ്. സോ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പോൾ എന്താ 4 + 2 ഈക്വൽ ടു എന്ത് തന്നെയാണ് കിട്ടുക, 2 തന്നെയാണ് കിട്ടുക. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് കിട്ടാവുന്നത്. സോ ഇവിടെ എന്താ ഇൻസ്റ്റൻ്റ് ആയിട്ട് മാറാത്തതുകൊണ്ട് V of 0 + എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, 2 വോൾട്ടാണ്. അതിന് നമ്മൾ പ്രോബ്ലത്തിൽ വെറും V of 0 എന്നുള്ള രീതിയിലാണ് എടുത്ത് ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരയ്ക്കുക, പ്രൊസീഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നൗ ഫോർ t > 0, the transform circuit is given by, ഇതിൽ നമുക്ക് ആലോചിക്കേണ്ട കാര്യം എന്താ, പൊസിഷൻ എയിൽ നിന്ന് പൊസിഷൻ ബിയിലേക്കാണ് പോകുന്നത്. ആവശ്യമില്ലാത്തവരൊക്കെ അതിനെ കളയുക, വേണ്ട. വരയ്ക്കുമ്പോൾ അപ്പോൾ ഞാൻ കോപ്പി ചെയ്യുന്നതുകൊണ്ടാണ്, നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് വരയ്ക്കേണ്ട. പൊസിഷൻ ബിയിലേക്ക് വന്നു, ഇപ്പോൾ സ്വിച്ച് അവിടെ ക്ലോസ്ഡ് ആയി. ഇനി ആവശ്യമുള്ളവരനൊക്കെ ഇതിനെ അപ്പോൾ എന്ത് വരയ്ക്കണം, ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടല്ലോ ഇല്ലേ, വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സീരീസ് ആയിട്ട് എന്ത് വരയ്ക്കണം, നമ്മൾ ഇവിടെ ഒരു
വരയ്ക്കണം, വോൾട്ടേജ് സോഴ്സ് വരണം. അതിൻ്റെ അപ്പർ ടെർമിനൽ പോസിറ്റീവ്, ഇൻഡക്ടർ ആണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു, ഇപ്പോൾ ഇത് തെറ്റിക്കരുത്. അപ്പർ ടെർമിനൽ പോസിറ്റീവ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സ് ആണ്. ഇനി ഇതെന്തായി 1/CS ആയി. ഇപ്പോൾ 1/1S 1/S ഇതെന്തായിരുന്നു, എന്തായിരുന്നു V0/S. V0 എത്ര ഇവിടെ 2, സോ 2/S എന്ന് വരും. ഇനി ഇതെന്തായി മാറും, V(S) അല്ലേ, V(S) ആയിട്ട് മാറും. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്താൽ മതി, KCL അപ്ലൈ ചെയ്താൽ മതി. സോ അപ്ലൈങ് KCL, നമ്മളെല്ലാം പുറത്തോട്ട് പോകാൻ, ഈ ഒരു നോഡിൽ നിന്ന് പുറത്തോട്ട് പോകാന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തെ കേസുകളൊക്കെ എടുക്കുന്നത്. ആ രീതിക്കാണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് തന്നെയാണ്, V(S) ആണ്, കാരണം ഇതിനെ ക്രോസിലെ വോൾട്ടേജ് ആണല്ലോ. അപ്പോൾ എന്ത് വരും, V(S) / 6 അല്ലേ. ഫസ്റ്റത്തെ ബ്രാഞ്ചിൻ്റെ ആണ് പറയുന്നത്. ആ 4ഉം 6ഉം കിടക്കുന്നുണ്ട്, നോക്കുക 4ഉം 2ഉം കിടക്കുന്നുണ്ട്. അപ്പോൾ 4 + 2 6. അപ്പോൾ V(S) / 6 പ്ലസ് അടുത്തത് വരുമ്പോൾ V(S) മൈനസ് എത്രയാ 2/S 2/S ഡിവൈഡഡ് ബൈ 1/S പ്ലസ് അടുത്തത് V(S) / 2 ഓം ആണ് അവിടെ ഉള്ളത്. സോ 2 = 0. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കോളുക, ഞാനത് മാത്രമേ എഴുതുന്നുള്ളൂ. V(S) = 2/S + 2/3 എന്ന് കിട്ടും. സോ ഇനി എന്ത് ചെയ്താൽ മതി, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. സോ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം, we have V of t equal to constant 2 e raised to minus 2/3 t for t greater than 0. ഇത്രേ വരുന്നുള്ളൂ. സോ സിമ്പിൾ ആയിരുന്നു. സർക്യൂട്ട് വലുതായിരുന്നതിന് പ്രോബ്ലം ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കാനൊന്നുമില്ല. ഡയറക്റ്റ് ഒറ്റ ടേം മാത്രം അടിയിൽ വരണം. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു ഇതിൽ ഡിഫറൻറ്റ്. ഇത് വോൾട്ടേജ് ഇതിന് അക്രോസ് വരും, ഇത് ഓപ്പൺ ആയി നിന്നാലും അതിൻ്റെ അക്രോസുള്ള റെസിസ്റ്റർ, അതിന് പാരലായിട്ടുള്ള റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജാണ് അതിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് ആയിട്ട് നമ്മൾ എടുക്കണം, എന്നിട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത്രയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് തൽക്കാലം RCയിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം. അടുത്തതിൽ നമുക്ക് 1-2 RLCയുടെ പ്രോബ്ലം ചെയ്യാം. സിയും എല്ലും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ രണ്ടിൻ്റെയും ഇനീഷ്യൽ കണ്ടീഷനൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും വരിക എന്നുള്ളത് നോക്കാം.